ഏവരെയും ചാനൽ ആംനോസയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ എടുക്കുന്നത് സൈക്കോളജിക്കലി ഒരു വിഷയമാണ് ടോക്സിക് ഫാമിലി. ടോക്സിക് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിനകത്ത് വിഷമെന്ന, അതായത് വിഷക്കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതരത്തിലുള്ള കുടുംബങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും വിഷക്കുടുംബവും ആരും ജിജ്ഞാസപ്പെടേണ്ട അവരുടെ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വിശേഷണത്തെയാണ് സൈക്കോളജിക്കലി ടോക്സിക് ഫാമിലി എന്ന് പറയുന്നത്. വൈകാരികമായി പെരുമാറുന്നതാണ് ഈ ടോക്സിക് ഫാമിലിയുടെ പ്രധാന ലക്ഷണം. പല ലക്ഷണങ്ങളെക്കുറിച്ച് ഞാനിത് സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ്, നിങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങൾ എങ്ങനെയാണ്, നാം സാമൂഹിക പശ്ചാത്തലത്തിൽ ഇടപെടുന്ന നമ്മളുടെ സഹപ്രവർത്തകർ, സഭയിലെ പഠന മേഖലയിൽ, സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെയുള്ള വ്യക്തി ജീവിതങ്ങൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള ചില കൊച്ചു കൊച്ചു നിർദ്ദേശങ്ങൾ മാത്രമാണ്. പേര് കേട്ടിട്ട് ആരും ഭയപ്പെട്ടു പോകുകയും ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ വിഷയങ്ങൾക്കും കാര്യവും കാരണമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട്, മനസ്സിലാക്കാത്ത കാര്യമുണ്ട്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടെ ചാനൽ ആംനോസിലേക്ക് സ്വാഗതം. ടോക്സിക് ഫാമിലി കുടുംബത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ ഞാനീ പറഞ്ഞു. ആവശ്യമില്ലാതെയും അനവസരത്തിലുമുള്ള നിരന്തരമായ വിമർശനം, യാതൊരു കാരണമില്ലാതെ കലഹിക്കുക, വെറുതെ കലഹിക്കുക, ഇതെല്ലാം ഇങ്ങനെയുള്ള ഭവനങ്ങളിലുള്ള നിത്യസംഭവങ്ങളാണ്. ഒരാൾ നിരന്തരം മറ്റൊരാളെ വിമർശിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം കേൾക്കുന്നവരിലും മറ്റുള്ളവരിലും തോന്നുന്ന വികാരം? താൻ നിരന്തരം തെറ്റുകൾ വരുത്തുന്നവനും ആർക്കും പ്രയോജനമില്ലാത്ത, വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തി എന്നായിരിക്കുമല്ലോ നമ്മൾ കേൾക്കുന്ന, നമ്മൾക്ക് തോന്നുന്ന ചിന്ത. തെറ്റല്ല. കുറ്റപ്പെടുത്തുന്ന വിമർശിക്കുന്നതും രണ്ടും രണ്ടാണ്. വിമർശനം എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം എന്നാണ് ഇംഗ്ലീഷിൽ. വിമർശനം എന്നത് ഒരു വിഷയത്തെ വിശദമായി വിശകലനം ചെയ്ത് വ്യാഖ്യാനിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു വിഷയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നിലവിലുള്ള ഒരു കാഴ്ചപ്പാടുകൾ തിരുത്തുന്നതിനും പുതിയവ കൂട്ടിച്ചേർക്കാനും ഈ വിമർശനം സഹായിക്കും. അതായത് വിമർശനം ഗുണപരമായ ഫീഡ്ബാക്ക് നൽകുമെന്നാണ് അർത്ഥം. വിലയിരുത്തലാണ് വിമർശനം. ഈ വിമർശനം ക്രിയാത്മകമായിരിക്കണം, പോസിറ്റീവായിരിക്കണം. ക്രിയാത്മകമല്ലാതെ വിമർശിക്കുമ്പോൾ അത് വ്യക്തിപരമായ ആക്രമണവും അധിക്ഷേപവുമായി മാറും. അതുകൊണ്ട് വിമർശനം തെറ്റല്ല. വ്യക്തി ജീവിതത്തിൽ നമ്മുടെ മേഖലകളെല്ലാം തന്നെ വിമർശനം വേണം. വിമർശനം ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ ആരും വിമർശിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നാം നമ്മുടേതായ കുറ്റങ്ങൾ, സംസാര പെരുമാറ്റത്തിലെ കുറ്റങ്ങൾ, കുറവുകൾ എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ഒന്നുകിൽ നാം എൻ്റെ മുൻ എപ്പിസോഡുകൾ നിങ്ങൾ പരിശോധിക്കണം. സെൽഫായിട്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുക, അനലൈസിങ് മെന്റാലിറ്റി. അത് ഈ മേഖലയിൽ, ശാസ്ത്ര മേഖലയിൽ, ഉന്നതമായ പഠന മേഖലയിൽ പഠിപ്പിക്കുന്നവർക്കൊക്കെ സ്വയം കമ്പയറബിൾ സ്റ്റഡി ഉണ്ട്. ഞാൻ എൻ്റെ മുൻ എപ്പിസോഡുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സമയലഭ്യത പോലെ പഴയതൊക്കെ പരിശോധിക്കുക. അപ്പോൾ ഓരോ എപ്പിസോഡും 10-15 മിനിറ്റുകളിൽ മാത്രമുള്ളതും എല്ലാ വിഷയങ്ങളും ചേർത്ത് പറയാൻ പറ്റില്ല, ക്രോഡീകരിച്ചാണ്. അപ്പോൾ സ്വയം വിമർശിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ വിമർശനമാണോ കുറ്റപ്പെടുത്തലാണോ തിരിച്ചറിഞ്ഞ് ഈ വിമർശനം പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി തിരുത്താനിടയാകും. ബ്ലെയിം, രണ്ടാമത്തേത് കുറ്റപ്പെടുത്തൽ, ബ്ലെയിം. ഈ കുറ്റാരോപണം എന്ന് വെച്ചാൽ ഇല്ലാത്ത ആരോപണങ്ങൾ നിരന്തരമായ ഒരു വ്യക്തിക്കെതിരെ ഉന്നയിക്കുന്നതാണ് ബ്ലെയിം, കുറ്റപ്പെടുത്തൽ. അതൊരു നാർസിസിസ്റ്റിക്കിന്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? ഇതാണ് സൈക്കോളജിക്കൽ എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് നിരന്തരമായി കാര്യവും ഇല്ല, കാരണവുമില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ലാതെ വെറുതെ മുൻവിധിയോടുകൂടെ ഒരാളെ കാണുമ്പോൾ തന്നെ നിരന്തരമായി ഇങ്ങനെ കുറ്റാരോപണപ്പെടുത്തുന്നത് അതൊരു നാർസിസ്റ്റിക് സ്വഭാവമാണ്, ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കണം. കുറ്റം കണ്ടുപിടിക്കുക എന്നത് ചിലരുടെ ജന്മസ്വഭാവമാണ്. എത്ര നന്നായി എന്തെല്ലാം ചെയ്തു കൊടുത്താലും കുടുംബങ്ങളിലാണേലും സമൂഹങ്ങളായാലും സഭകളിലൊക്കെ ഈ തരം പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കുക. അവരെ തിരുത്താനോ ഏതെല്ലാം രീതിയിൽ
തിയോളജിക്കലായിട്ടോ സൈക്കോളജിക്കലായിട്ടോ ഭീഷണിപ്പെടുത്തിയോ അവരെ വിമർശിച്ച് നന്നാക്കാൻ പറ്റുകയില്ല. അപ്പോൾ വിമർശനം വേറെയും കുറ്റപ്പെടുത്തൽ വേറെയും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഈ രൂപം, സ്വഭാവം, വസ്ത്രധാരണം, ശൈലി, കരിയർ, വ്യക്തിബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, വ്യക്തിത്വ, പേഴ്സണാലിറ്റി എന്നിവ മറ്റുള്ളവരുമായി നിരന്തരം തുലനം ചെയ്യുക, കമ്പയർ ചെയ്യുക. ഇത് അവരെ കണ്ടുപിടിക്കുക, ആ വ്യക്തിയെ കണ്ടുപിടിക്കുക, ആ പുള്ളിക്കാരിയെ കണ്ടുപിടിക്കുക, അവരുടെ വീട്ടിലെ പിള്ളേരെ കണ്ടുപിടിക്കുക, എന്താ അവരെങ്ങനെ, ഈ നിങ്ങളുടെ മാത്രം അങ്ങനെ. ഈ ടോക്സിക് ഫാമിലിയിൽ കാര്യമില്ലാതെ തന്നെ കലഹമുണ്ടാകും. പല വീടുകളിൽ സ്ത്രീകൾ, ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ചില വീടുകളിൽ പുരുഷന്മാരാണ് ഈ കലഹക്കാര്, ടോക്സിക്കുകൾ. ചിലയിടത്ത് കുട്ടികളാണ്. ഈ കുട്ടികൾ അവരുടെ ക്ലാസ്സിൽ കോളേജ് മേറ്റ്സിന്റെ ഇടയിൽ നിന്നും കിട്ടുന്ന ചില കേൾക്കുന്ന, അവര് മനസ്സറിഞ്ഞ് അവരുടെ നല്ല, എൻ്റെ പപ്പ പുതിയ വണ്ടി മേടിച്ചു, ഞങ്ങളൊരു പുതിയ വീട് മേടിച്ചു, അവർ സന്തോഷം കൊണ്ടാ പറയുന്നെങ്കിലും ഈ കുട്ടികൾ അപ്പോൾ അവരുടെ മനോഭാവത്തിൽ ഞങ്ങൾക്ക് കൊച്ചു വീടായിരിക്കും, ഞങ്ങൾക്ക് 2 വീലറും ഇല്ല, 4 വീലറും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് അവർക്കുണ്ടാകുന്ന മനോക്ഷമം വീട്ടിൽ പോയിട്ട് അമ്മയോട് പറയും, എൻ്റെ ക്ലാസ്സിലാണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്നതാണ്, അങ്ങനെ അവരുടെ വീട്ടിലൊക്കെ പുതിയ വണ്ടി മേടിച്ചു, വീട് മേടിച്ചു, ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾ അവരുടെ വിഷമം പേരൻസിനോട് പറയുമ്പോൾ പേരൻസ് ഉടനെ പറയും, എന്തിനുള്ള, നിന്റെ അപ്പനെ എന്തിനുള്ള, കാജിന് കവളത്തില്ല. അങ്ങനെ ആണുങ്ങൾ അങ്ങനെയാ, കാറും മേടിക്കും, പ്ലെയിനും മേടിക്കും ഒക്കെയാ, വിദേശത്ത് പോയി ലക്ഷങ്ങൾ സമ്പാദിക്കും, നിന്റെ അപ്പനെ ഉണ്ടല്ലോ, എന്തിനുള്ള അപ്പൻ, ഇതാണ് അപ്പൻ. അപ്പൊ കുട്ടികൾ പറഞ്ഞത് സത്യമാണോ മിഥ്യയെന്നറിയാതെ കുട്ടികൾ പറഞ്ഞതിന്റെ പേരിൽ ഇല്ലാത്ത കലഹം ഉണ്ടാക്കി, ഭർത്താവ് ഈ സംഭവങ്ങളൊന്നും കാണുക കേൾക്കും ചെയ്യുന്നില്ലെങ്കിലും ഇടിച്ചു താത്തി സംസാരിച്ച് കുട്ടികളുടെ മനോഭാവത്തിലേക്ക് അപ്പൻ ശരിയല്ലെന്നും അപ്പൻ ഒരു നാണംകെട്ട മനുഷ്യനാണെന്നും ചിന്ത കുട്ടികളിൽ വളർത്തി അവർ അപ്പനെതിരായി തീരും. നേരെ തിരിച്ചും സംഭവിക്കാം. അങ്ങനെ പലതരത്തിലാണ് ഈ ടോക്സിക് ഫാമിലിയുള്ള വിഷയങ്ങൾ ഉടലെടുക്കുന്നത്. ഇതെല്ലാം കാരണം എല്ലാവരും ഒരുപോലെയല്ല. നമ്മുടെ കൈകൾ എല്ലാ വിരലുകൾ ഒരുപോലെ അല്ലല്ലോ. കാൽ ലെവലും കൈ ലെവലും വ്യത്യാസം പോലെ ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കുട്ടികൾ വ്യത്യാസമുള്ളാതെ സ്വഭാവത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഈ വ്യത്യാസം ലോകത്തിൽ എല്ലായിടത്തും പ്രകടമായതുപോലെ നമ്മളുടെ രൂപം, ഒരാൾ ആഫ്രിക്കക്കാരൻ പറയാ ഞാൻ കറുത്തുപോയത് അവരുടെ കുറ്റമാണോ? അവിടുത്തെ കാലാവസ്ഥ, അവരുടെ ഭക്ഷണക്രമം, ഇതെല്ലാത്തിലും ഘടകമുണ്ട്. യൂറോപ്യൻസ് എല്ലാം വെളുത്തത് അവരുടെ ഗുണം കൊണ്ട് വെളുത്താണോ? വെളുത്ത കുഞ്ഞുണ്ടാകട്ടെ എന്ന് അപ്പനും അമ്മയും തീരുമാനിച്ചുകൊണ്ട് വെളുത്ത കുഞ്ഞുണ്ടാകുകയില്ല. അപ്പൊ ഈ ഒരാൾ കറുത്തു പോയതുകൊണ്ടോ, ഒരാൾ സുന്ദരനായതുകൊണ്ടോ, സുന്ദരിയായതുകൊണ്ടോ, വിരൂപനായതുകൊണ്ടോ ജനിച്ച കുട്ടികളുടെ കുഴപ്പമല്ല. DNA കുഴപ്പമുണ്ടാകാം, വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാം, അത് ശാസ്ത്രീയമായി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രൂപം, സ്വഭാവം ജന്മസ്വഭാവമുണ്ട്, കർമ്മ സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറ്റേണ്ട കാര്യങ്ങൾ, അതായത് പണ്ട് കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായിരുന്ന സമയങ്ങളിൽ വല്യപ്പനും വല്യമ്മയും മക്കളും കൊച്ചുമക്കളും ഉള്ള വീടുകളിൽ അവരൊരു വിമർശനമായിരിക്കും, എടാ നീ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് തിരുത്തി. കൂട്ടുകുടുംബങ്ങൾ ഒരു നല്ല കളരിയായിരുന്നു, നല്ലൊരു പ്രൈമറി സ്റ്റേജ് ആയിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ വല്യപ്പനോ വല്യമ്മയോ വല്യമ്മച്ചിമാരോ മുതിർന്നവരൊക്കെ അവർ ചിലപ്പം പരിഹാസ രൂപത്തിലൊക്കെ ആയിരിക്കും പറയുന്നെങ്കിൽ നമ്മുടെ കുറവുകൾ എന്താണെന്നും നടപ്പും സ്വഭാവം പെരുമാറ്റം രീതിയൊക്കെ മനസ്സിലാക്കി അവർ നിമിത്തം നമ്മൾ തിരുത്തി മുന്നേറി ഒരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാൻ പഴയ കുടുംബങ്ങളിൽ പറ്റിയെങ്കിൽ ഇന്ന് ഈ ആറ്റമിക് ഫാമിലി കണുകുടുംബം ആയതുകൊണ്ട് ആകെ 4 പേരാ ഉള്ളത്. ഈ ആകെ പറയുന്നത് ഈ ഫുഡ് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലാണ് ഈ വിമർശനമൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത്. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിരിക്കുമ്പോഴൊക്കെയാണ് അന്യോന്യം വിമർശിക്കുകയും കാര്യങ്ങൾ പറയുന്നത്. അത് കേട്ടിട്ട് വിഷമിച്ചു പോകാതെ ആ തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തുക. മറ്റെന്താണ് സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്താം. അപ്പൊ ഞാനീ പറഞ്ഞത് സ്കൂൾ കോളേജ് തലങ്ങളിൽ നിന്നും കുട്ടികൾക്കുണ്ടാകുന്ന മനോവിഷമത്തെ നല്ലൊരു അമ്മയും അപ്പനാണ് പറഞ്ഞ മക്കളെ
അത് കുഴപ്പമില്ല, അവരുടെ പപ്പ ബിസിനസ്സുകാരനാണ്, നല്ല ഉദ്യോഗസ്ഥനാണ്, സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അവർക്ക് ലക്ഷങ്ങളുടെ ശമ്പളമുണ്ട്, പിന്നെ പ്രൊവിഡൻറ്റും ഗ്രാറ്റുവിറ്റി ബോണസ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവർക്ക് പൈസ. നിൻ്റെ പപ്പായ്ക്ക് അങ്ങനെയല്ല. പപ്പ പ്രൈവറ്റ് ഫാമിലാണ്, അല്ലെങ്കിൽ ഫാർമറാണ്, അല്ലെങ്കിൽ മറ്റ് പണിക്ക് പോകുന്നതാണ്. നമ്മുടെ എങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്കും ഭാവി നിങ്ങൾ നന്നായി പഠിച്ച് വലുതാകുമ്പോൾ ശമ്പളമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നല്ല വലിയ വീടൊക്കെ മേടിക്കാം, വണ്ടികളൊക്കെ മേടിക്കാം എന്നവരെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താതെ അവരുടെ ആറ്റിറ്റ്യൂഡിനെ പോസിറ്റീവാക്കി കൊടുക്കാൻ പേരൻസിൻ്റെ ഇടപെട്ടാൽ അത് ടോക്സിക് ഫാമിലി ആകാതെ മാറും. ഇല്ലെങ്കിൽ ഭാര്യയുടെ ഈ കുറ്റാരോപണ നിമിത്തം മക്കൾക്ക് അപ്പനെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതി ഉണ്ടാകുന്നു, തിരിച്ച് അമ്മയെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതി ഉണ്ടാകും. അല്ലെങ്കിൽ കുട്ടികൾ അവൻ ശരിയല്ല, മൂത്തവൻ ശരിയല്ല, അല്ല ഇളയവൻ ശരിയല്ല, ഇങ്ങനെ അന്യോന്യം കുറ്റപ്പെടുത്തും. അപ്പം കുറ്റാരോപണം, ബ്ലെയിമും ഈ ക്രിറ്റിസിസിങ്ങും രണ്ടിനുണ്ടാകും. അത് ക്രിറ്റിസിസിങ് എപ്പോഴും നല്ലതായിരിക്കണമെന്നില്ലെങ്കിലും ക്രിറ്റിസിസം എപ്പോഴും നല്ലതാകണമെന്നില്ല. ഞാൻ അത് പറഞ്ഞില്ലേ, അതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. പക്ഷെ നമ്മൾ നിരന്തരമായി ഒരാളെ കാണുമ്പോഴല്ല കാര്യകാരണമില്ലാതെ വിമർശിക്കുന്നെങ്കിൽ ആ വ്യക്തി ഒഴിവാക്കും. പക്ഷെ ഈ ക്രിറ്റിസിസം ഏറ്റവും നല്ല ഗുണം ക്രിയാത്മകമായി അത് ലളിതമായി പറഞ്ഞു കൊടുത്താൽ അത് നമുക്ക് പ്രയോജനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നാണ് ഇവരുടെ എല്ലാം ഉദ്ദേശം. അത് സാധുദ്ദേശമല്ല കേട്ടോ, ദുരുദ്ദേശമാണ്. നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ മാത്രം പറയുമ്പോൾ ഇടിച്ചു താക്കുക എന്ന് മലയാളത്തിൽ പറയും. നമ്മളെ സ്ട്രെസ് ചെയ്യിപ്പിച്ചു, ഉത്കണ്ഠപ്പെടുത്തി, ഫെഡപ്പാക്കുക. അപ്പം നമ്മൾ പറയുമോ എല്ലാവരും എന്നെക്കുറിച്ച് പപ്പായും മമ്മിയും ഇവർ ഫ്രണ്ട്സ് പോയ അവിടെ ക്ലാസ് ടീച്ചറും ഒക്കെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമോ, ഇനി ജനിക്കണ്ടായിരുന്നു പറഞ്ഞ് എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യും, മനസ്സ് വിഷമിച്ച അവസാനം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും നിങ്ങളെ മാറ്റിക്കളയുന്ന മനസ്സിലാക്കി ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, എനിക്കിപ്പോൾ കേട്ട ഈ നെഗറ്റീവെല്ലാം മാറി ഞാൻ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ വിജയം വരിക്കുമെന്ന് പോസിറ്റീവായി ചിന്തിച്ച് നല്ല മനുഷ്യരോട് ഇടപെടുക. മനസ്സിലായോ? ഈ സുഹൃത്തുക്കളും അല്ലാത്ത നിങ്ങളുടെ ക്ലാസ്മേറ്റ്സും കോളേജ്മേറ്റ്സും ചർച്ച്മേറ്റും ഒക്കെ അല്ലാത്ത വേറെയും മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. അവരുമായിട്ട് പേഴ്സണലായിട്ട് ഇടപെട്ട് അവർ നിങ്ങളുടെ ജീവിതത്തിലെ സാറിൻ്റെ ജീവിതത്തിൽ ഇന്നലെ കുറവുണ്ടെന്ന് പറയുന്നത് ശരിയാണോ, സാറിന് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ, അങ്ങനെ പറയുമ്പം ശരി എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ഇന്ന കേട്ടോ, അത് ഒന്ന് തിരിച്ചെന്നല്ല കേട്ടോ, ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞ് നമ്മളെ പോസിറ്റീവ് ചിന്തയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, നല്ല മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ല അധ്യാപകരും നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മറക്കല്ലേ കുട്ടികളെ. ഇത് കുട്ടികളോടുകൂടെ പറയട്ടെ. 1-2 പേർ നമ്മളെ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ വെറുതെ വിമർശിച്ചുകൊണ്ടോ ഈ ലോകം ഇടിഞ്ഞു മാറിയല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നെപ്പോളിയൻ ബോണപ്പാർട്ടും അലക്സാണ്ടർ ദ ഗ്രേറ്റും എന്ന് പറയുന്ന വിൻസ്റ്റൺ ചർച്ചിലും ഏബ്രഹാം ലിങ്കൻ, ഇവരിൽ ലോക നേതാക്കളിൽ ഏറ്റവും വിരൂപനായി പോയ രംഗങ്ങളിലെല്ലാം പരാജയപ്പെട്ടതാണെന്ന് ഏബ്രഹാം ലിങ്കന്റെ സ്റ്റോറി, ബയോഗ്രഫിക്കൽ സ്റ്റോറിയൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ, പുസ്തകം വായിക്കാത്തതാണ് ഇന്നത്തെ തലമുറ ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ ഇവരിൽ ഏബ്രഹാം ലിങ്കൻ വിരൂപനായി, രംഗങ്ങളെല്ലാം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം പിൻകാലത്ത് വിജയിച്ചു. അമ്മ മരിച്ചുപോയി, രണ്ടാനമ്മയായിരുന്നു പുള്ളിക്കാരന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ ഏബ്രഹാം എന്നുള്ളതിൻ്റെ എന്ന് പെറ്റ്നെയിമിൽ വിളിച്ച് സ്നേഹത്തോടെ നടത്തി. ഒരു പെറ്റമ്മമാർ ചെയ്യാത്ത ഒരു പോറ്റമ്മയായിരുന്നു എബ്രഹാം ലിങ്കന്റെ രണ്ടാനമ്മ. ആ അമ്മയാണ് എബ്രഹാം ലിങ്കനെ അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കാൻ പിന്തുണ നൽകിക്കൊടുത്തത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ ലോക നേതാക്കളിൽ എല്ലാവർക്കും പോസിറ്റീവായിരുന്നില്ല, ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടവരുണ്ട്. പക്ഷേ അവർ ഈ കേട്ടതെല്ലാം പുറകോട്ട് തള്ളിക്കളഞ്ഞിട്ട് അവർ ലോകത്തിന് മുമ്പിൽ ശ്രേഷ്ഠരായി, പ്രസിദ്ധരായി, ചരിത്ര പുരുഷന്മാരായി, ചരിത്രത്തിൻ്റെ ഏടുകളിൽ അവരുടെ പേര് അവരെഴുതി ചേർത്തതല്ല, പിൻതലമുറകൾ നെപ്പോളിയൻ ബോണപ്പാർട്ട്, എൻ്റെ പ്രിയപ്പെട്ട
ലോക നേതാവാണ്. ഏബ്രഹാം ലിങ്കൻ, ഇവരെയൊക്കെ ബ്രിസ്റ്റൺ ചർച്ചിൽ, ഇവരെയൊക്കെ പേര് അവരവരെഴുതി വെച്ചതല്ല. മനസ്സിലായോ? അവരെ ലോകം എഴുതി ചേർത്ത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമ്പോൾ, ചിലർ വരുമ്പോൾ ചരിത്രം നശിപ്പിച്ചു കളയും. അതാണ് വർത്തമാനകാലത്തെ ഇന്ത്യയിൽ ചരിത്രത്തെ ഇല്ലാതാക്കുന്ന. അതിൻ്റെ പിന്നീട് എപ്പിസോഡുകൾ ചെയ്യാം. ഇന്ത്യക്ക് പറ്റിയ അധഃപതനം സാങ്കേതികമായും വ്യാവസായികമായും ശാസ്ത്രീയമായും ഇന്ത്യയെ പുറകോട്ടടുപ്പിച്ച അധഃപതനത്തിന് കാരണം എന്താണെന്ന് മറ്റൊരു എപ്പിസോഡിൽ എടുക്കാം. അപ്പം പ്രിയപ്പെട്ട കുട്ടികളെ, മുതിർന്നവരാരുമാകട്ടെ, എൻ്റെ ഈ എപ്പിസോഡ് കേൾക്കുന്ന നിങ്ങൾ ഏവരോടും ഞാൻ പറയട്ടെ, ലോകത്തിലെ ആർക്കും നിങ്ങളെ ഇല്ലാതാക്കാൻ, കൊല്ലാനും വെടിവെച്ച് കൊല്ലാനും നശിപ്പിക്കാനും കഴിയും. പക്ഷെ ഇടിഞ്ഞാൽ അതിൽ നിന്ന് വളരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതാണ് സെൽഫ് മോട്ടിവേഷൻ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റുള്ളവർ ചെയ്യുന്നതോ പറയുന്നതോ ആയ ചെറിയ കാര്യത്തെ ഊതിപ്പെരുപ്പിച്ച് പരസ്യമായി വിളിച്ചു പറയുന്നത് ടോക്സിക് സ്വഭാവക്കാരിലുള്ള തെറ്റായ സ്വഭാവമാണ്. അത് മാറ്റാൻ കഴിയില്ല. എന്നാൽ മറ്റുള്ളവരുടെ സ്വഭാവത്തെ മാനിക്കാതെ പൈശാചികമായ രീതിയിൽ ഇടപെടുകയും അവർ എപ്പോഴും, അതായത് ഈ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ സ്വയം നിരപരാധികളായി നിങ്ങളെ എല്ലാത്തിനും കുറ്റപ്പെടുത്തും. ഈ ഒരു വിരൽ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ചൂണ്ടുമ്പോൾ എൻ്റെ ഈ 3 വിരൽ എനിക്കെതിരെയാണെന്ന് ഓർക്കണം. ഞാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങളെ നിരന്തരമായി കുറ്റപ്പെടുത്തുമ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീയോ പുരുഷനോ അപ്പനോ അമ്മയോ സഹോദരങ്ങൾ ആരുമാകട്ടെ, ഭാഷ ആരുമാകട്ടെ, അവർക്ക് കുറ്റമില്ലേ? ഉണ്ട്. യേശുക്രിസ്തു പറഞ്ഞതാണ് ശരി. സ്വന്തം കണ്ണിൽ കരടിരിക്കെ അത് കാണാതെ വണ്ണം കണ്ണടച്ചിട്ട് മറ്റൊരാളുടെ കണ്ണിലെ കോല് തട്ടി പോകുന്നവരാണ് ഈ ടോക്സിക് ഫാമിലി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് തിരക്കാതെ വളച്ചൊടിച്ച് കേട്ടുകേൾവിയുടെ പിൻബലത്തിൽ മാത്രം ഇടപെടുന്നതാണ് ടോക്സിക് ഫാമിലിയുടെ മറ്റൊരു കുറ്റം. സത്യമോ മിഥ്യയോ എന്നറിയാതെ സ്വന്തം ഇമാജിനേഷൻ അനുസരിച്ച് പ്രതികരിക്കും. ഇപ്പൊ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല. നിരന്തരമായി ഈ എപ്പിസോഡ് കണ്ടിട്ട് എൻ്റെ രൂപവും നിങ്ങൾക്ക് പറയാം, ഇയാൾക്ക് വായി തുറന്നാൽ ഇതേ പറയാനുള്ളൂ. എന്നെക്കുറിച്ച് സഹോദരിമാരൊക്കെ വ്യക്തിപരമായി എന്നെ ഇഷ്ടപ്പെടുന്ന പലരും ബഹുമാനത്തോട് പറയും, പാസ്റ്റർ ഇങ്ങനെ സ്ത്രീകളെ ഇഷ്ടമല്ലല്ലോ, എപ്പോഴും എന്തിനാ സ്ത്രീകളെ കുറ്റം പറയുന്നത്? ഞാൻ അവരോട് പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് ഒരു വിഷമവുമില്ല. ഞാൻ പ്രേമിക്കാറുമില്ല, പ്രേമിക്കുന്നവരെ ഇഷ്ടമല്ല. പൊതുവിൽ നിങ്ങളെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യുകയോ ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചില ക്യാരക്ടറും എൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന്, അമ്മയിൽ നിന്നും ചേട്ടത്തിമാരിൽ നിന്നും പെങ്ങളിൽ നിന്നും ഭാര്യയിൽ നിന്നൊക്കെ കണ്ടതും കേട്ടതും ഈ 10-22 വർഷത്തെ സ്പിരിച്വൽ മേഖലയിലെ ഇടപെടലിനും തൊഴിൽ മേഖലയിൽ അങ്ങനെ സ്ത്രീകളുടെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായില്ല. അവിടെ നിന്നൊക്കെ കിട്ടിയ ഈ 60 വയസ്സിലിടയിൽ അനുഭവിച്ച കണ്ടതും കേട്ടതും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അതിൽ അതുകൊണ്ട് പുരുഷന്മാരെല്ലാം നല്ലതാണെന്നല്ല പറഞ്ഞത്, സ്ത്രീകൾ മുഴുവൻ കുറ്റമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് അന്യോന്യം തുലനം ചെയ്യുക. അപ്പം സത്യമോ മിഥ്യ എന്ന് കേൾക്കാതെ സ്വന്തം ഇമാജിനേഷൻ അനുസരിച്ച് പ്രതികരിക്കരുത്. പോകുന്നിടത്ത് അല്ലെങ്കിൽ താമസിക്കുന്ന അടുത്തുള്ള ഇടങ്ങളിലല്ല, അടുത്തുള്ള അയൽവാസികളുമായി നമ്മളെയോ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ മാതാപിതാക്കൾ മക്കളെയോ കുറ്റപ്പെടുത്തി അവരെ താരതമ്യപ്പെടുത്തരുത്. അത് സ്വയം കുഴിക്കുന്ന കുഴിയിൽ നിങ്ങൾ തന്നെ വീഴും. നിങ്ങളുടെ വീട്ടിലെ സമാധാനം ഇല്ലാതാകും. നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഭദ്രത ഇല്ലാതാകും. നിങ്ങൾ വിജയത്തിന് പകരം പരാജയം ഉണ്ടാകും. അവിടെ പ്രാർത്ഥിച്ചിട്ടോ ഉപവസിച്ചിട്ടോ ഏതെങ്കിലും തരത്തിലെ മന്ത്രവാദികളെടുത്തോ കാണുന്ന പള്ളികളിലെല്ലാം പോയി അമ്പലങ്ങളിൽ നേർച്ചയിട്ടോ ഒന്നും ഇത് മാറുകയില്ല. സ്വഭാവത്തിന് വ്യതിയാനം വന്നാൽ അവിടെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ സ്ഥിരമായി നാടകീയത സൃഷ്ടിക്കുക എന്നത് ടോക്സിക് കുടുംബത്തിന് മറ്റൊരു പ്രത്യേകത. നാടകീയത എന്ന് പറഞ്ഞാൽ ഒരേ ഭവനത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ഒറ്റപ്പെടുത്തി കളയുക, സംഘടിതമായി ഒറ്റപ്പെടുത്തുക. അത് രാഷ്ട്രീയ മേഖലയിലും തൊഴിൽ മേഖലയൊക്കെ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിൽ, അത് അന്യരാണ്. ഇത് കുടുംബത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു വീട്ടിൽ ആരെങ്കിലും പർട്ടിക്കുലറായിട്ട് അപ്പനെ അല്ലെങ്കിൽ ഭർത്താവിനെ മക്കളും ഭാര്യയും ചെന്ന് ഒറ്റപ്പെടുത്തുക. അത് ധാരാളമുണ്ട്. അതൊന്ന് കൗൺസിലിംഗിലൂടെ തന്നെ പരിഹരിക്കാൻ പറ്റുകയില്ല. പല വിഷയങ്ങളും കൗൺസിലിംഗിൽ എൻ്റെ ഒരു വിഷയം കൗൺസിലിംഗ് ആയിരുന്നു. അതുകൊണ്ട് പല ഇടങ്ങളിൽ സംസാരിച്ചപ്പോഴും
അവരത് വിട്ടുവീഴ്ചയില്ല. ഇന്ന കാരണം കൊണ്ടല്ലേ, അത് ഭാര്യയും മക്കളും ചേർന്ന് അപ്പനെ ഒറ്റപ്പെടുത്തും, അല്ലെങ്കിൽ അപ്പനും മക്കളും ചേർന്ന് ഭാര്യ ഒറ്റപ്പെടുത്തും. ഇതൊക്കെ പല ഭവനങ്ങളിലുണ്ട്. ഇത് നഗ്നമായ സത്യവും യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാം. അപ്പോ സ്ഥിരമായി ഇങ്ങനെ നാടകീയ സൃഷ്ടിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് പറയും ഞാനൊന്നുമല്ല കുറ്റക്കാരൻ, അങ്ങേരാ അല്ലെ അവരാ ഇവരാ എന്ന്. സ്വയം തിരുത്തുന്നതിന് പകരം എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം മറ്റുള്ളവരിൽ ഏൽപ്പിച്ചിട്ട് ഇവർ സ്വയം നീതീകരിക്കുന്ന സ്വഭാവമാണ് ടോക്സിക് ഫാമിലിയുടെ പല പല സ്വഭാവങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു. ഷെയറും ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സ്വയം തിരുത്തുക, നന്നാകാൻ ദൈവം വഴിയൊരുക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.